Hello everyone, welcome once again to my channel Incredible English. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രേസൽ വേർബ്സ് ആണ്. ഫ്രേസൽ വേർബ്സ് എന്നുള്ള ഫോം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതായത് വെർബിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്യുക, ലൈക്ക് ഒരു പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു ആഡ്വേർബ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആളാണ് ഫ്രേസൽ വേർബ്സ്. അപ്പോൾ വെർബ് പ്ലസ് പ്രിപ്പോസിഷൻ, വെർബ് പ്ലസ് ആഡ്വേർബ്, അല്ലെങ്കിൽ വെർബ് പ്ലസ് ബോത്ത് പ്രിപ്പോസിഷൻ ആൻഡ് ആഡ്വേർബ് രണ്ടും കൂടെ ചെയ്തത് വരുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അപ്പം ഇതിൻ്റെ യൂസ് എന്താണ്? ഇത് കോമൺലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ തന്നെയാണ്. എസ്പെഷ്യലി കാഷ്വലായിട്ടുള്ള ഇൻഫോർമലായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സാണ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സാണ് ഫ്രേസൽ വേർബ്സ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഇത് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ലാംഗ്വേജിനെ കൂടുതൽ നാച്ചുറലായിട്ട് സൗണ്ട് ചെയ്യും. ലൈക്ക് നേറ്റീവ് സ്പീക്കേഴ്സ് ലാംഗ്വേജ്, നേറ്റീവ് സ്പീക്കറിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയാണോ അതേപോലെ നമ്മുടെ ലാംഗ്വേജിനെ ഫീൽ ചെയ്യിപ്പിക്കാൻ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ വരുമ്പോൾ അത് ഫീൽ ചെയ്യിപ്പിക്കാൻ ഫ്രേസൽ വേർബ്സ് യൂസ് ചെയ്യുന്നത് വഴി സാധിക്കും. അങ്ങനത്തെ കുറച്ച് സ്പെഷ്യലി ക്യൂറേറ്റഡ് സെറ്റ് ഓഫ് വേർഡ്സ്, അതായത് സ്പെഷ്യലി ഒത്തിരി ഒന്നുമില്ല, ഒരു 10 to 15 ഫ്രേസൽ വേർബ്സ്, അതിൻ്റെ മീനിങ്, മലയാളം മീനിങ്, പിന്നെ അതിനൊരു എക്സാമ്പിൾ സെൻറ്റൻസ്, അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഫ്രേസൽ വേർബ് എന്ന് പറയുന്നത് ബാക്ക് അവേ. ഫസ്റ്റ് വൺ ഈസ് ബാക്ക് അവേ. ബാക്ക് അവേ എന്ന് പറഞ്ഞാൽ റിട്രീറ്റ്, ഗോയിങ് ബാക്ക്, പിൻവാങ്ങുക, പിന്മാറുക എന്നുള്ളതാണ് ഗോയിങ് ബാക്ക് അവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമ്മൾ പിന്മാറുക, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ട് ഭയന്ന് പിന്മാറുക, അപ്പോൾ പുറകോട്ട് പോവുക എന്നുള്ള മീനിങ്ങാണ് ബാക്ക് അവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിൻവാങ്ങുക അല്ലെങ്കിൽ റിട്രീറ്റ് എന്നുള്ള വേർഡ്. ഹി സോ ദ ഡോഗ് ആൻഡ് ക്വിക്ക്ലി ബാക്ക്ഡ് അവേ. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സെൻറ്റൻസ് തന്നിരിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്. അതുകൊണ്ട് നമ്മൾ ബാക്ക് അവേ എന്നുള്ളത് ബാക്ക്ഡ് അവേ എന്ന് മാറ്റിയിട്ടിട്ട് ഹി സോ ദ ഡോഗ് ആൻഡ് ക്വിക്ക്ലി ബാക്ക്ഡ് അവേ എന്ന് വെച്ചാൽ അവൻ ഡോഗിനെ കണ്ടതും പെട്ടെന്ന് ഹി റിട്രീറ്റഡ്, ഈ പിൻവാങ്ങി, അവൻ പുറകോട്ട് മാറി എന്നാണ് അതിൻ്റെ അർത്ഥം. അനദർ സെൻറ്റൻസ്, ഷീ ടോൾഡ് ഹിം ടു ബാക്ക് അവേ ഫ്രം ദ എഡ്ജ് ഓഫ് ദ ക്ലിഫ്. ക്ലിഫിൻ്റെ അറ്റത്ത് നിന്നും പുറകേക്ക് മാറി നിൽക്കാൻ അവൾ അവനോട് ആവശ്യപ്പെട്ടു. അതാണ് ഈ രണ്ട് സെൻറ്റൻസ്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ഫ്രേസൽ വെർബ് ബാക്ക് അവേ, ദാറ്റ് മീൻസ് പിൻവാങ്ങുക അല്ലെങ്കിൽ റിട്രീറ്റ് എന്നുള്ളതാണ്. ഫ്രേസൽ വെർബ് ഈസ് സീറോ ഇൻ ഓൺ. സീറോ ഇൻ ഓൺ. സീറോ ഇൻ ഓൺ എന്ന് പറഞ്ഞാൽ ടു ഫോക്കസ് ഓൺ, എന്തിലെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതാണ് ഫോക്കസ് ഓൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നത് ദ ടീച്ചർ വിൽ സീറോ ഇൻ ഓൺ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അതായത് എക്സാമിന് മുമ്പായിരിക്കാം ടീച്ചർ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സിനാണ് എന്നാണ് സെൻറ്റൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സീറോ ഇൻ ഓൺ കഴിഞ്ഞു. അടുത്തത് അയൺ ഔട്ട്. അയൺ ഔട്ട്. ഓക്കെ, നമ്മൾ അയൺ ചെയ്യുന്നത് എന്തിനാണ്? ടു മേക്ക് അവർ ക്ലോത്ത്സ് റിങ്കിൾ ഫ്രീ, അല്ലേ? ഉള്ള ചെറിയ ചെറിയ ചുളിവുകളെല്ലാം മാറ്റാനാണ്. അപ്പോൾ ഇവിടെ അയൺ ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതും എന്തോന്നില്ലാണ്ടാക്കുക, എന്താണ്? പ്രോബ്ലംസ് റിസോൾവ് ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്യൂസിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇഷ്യൂസിനെ എല്ലാം ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ പ്രോബ്ലംസിനെ എല്ലാം ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് അയൺ ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി നീഡ് ടു അയൺ ഔട്ട് ദി ഇഷ്യൂസ് ബിഫോർ ദ പ്രസൻറ്റേഷൻ. പ്രസൻറ്റേഷന് മുമ്പ് എല്ലാ ഇഷ്യൂസിനെയും നമുക്ക് റിസോൾവ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. നമ്മളെപ്പോഴും പറയണത് റിസോൾവ് എന്നോ സോൾവ് എന്നോ ഒക്കെ ആയിരിക്കും, ഫിക്സ് ചെയ്യുക എന്നൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് അയൺ ഔട്ട് എന്നൊരു ഫ്രേസൽ വെർബ് വെച്ച് റീപ്ലേസ് ചെയ്യാം. എസ്പെഷ്യലി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാഷ്വൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ് പറയുന്നത്. കാഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ഫ്രേസൽ വെർബ്സിനെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം കൂടി ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് വൺ സീറോ ഇൻ ഓൺ ആൻഡ് ദ തേർഡ് വൺ അയൺ ഔട്ട്. വെർബ്സ് ആർ ബാങ്ക് ഓൺ ആൻഡ് അവെയിൽ ഓഫ്. ബാങ്ക് ഓൺ. ബാങ്ക് ഓൺ എന്ന് പറഞ്ഞാൽ ടു റിലൈ ഓൺ സംവൺ ഓർ ടു ഡിപ്പെൻഡ് ഓൺ സംവൺ ഓർ സംതിങ്. ആരെയെങ്കിലും അല്ലെങ്കിൽ എന്തിനെയെങ്കിലും ആശ്രയിക്കുന്നതിനെ നമ്മൾ ബാങ്ക് ഓൺ എന്ന് പറയുന്നു. സീ ദ സെൻറ്റൻസ്, ഐ ആം റിയലി ബാങ്കിങ് ഓൺ യു ടു ഹെൽപ്പ് മീ വിത്ത് ദിസ് പ്രോജക്റ്റ്. ഐ ആം റിയലി ബാങ്കിങ് ഓൺ യു എന്ന് വെച്ചാൽ ഐ ആം റിയലി ഡിപ്പെൻഡിങ് യു
നിന്നിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, നിന്നെ ആശ്രയിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രോജക്റ്റിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ. ഓക്കെ, ആൻഡ് അവർ നെക്സ്റ്റ് വൺ ഈസ് അവെയിൽ ഓഫ്. അവെയിൽ ഓഫ്, എന്തെങ്കിലും ഒരു അവസരം വിനിയോഗിക്കുക, പ്രയോജനപ്പെടുത്തുക. ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ അഡ്വാൻറ്റേജസ് ആക്കി മാറ്റുക, നമുക്ക് ഗുണകരമാക്കി മാറ്റുന്ന, അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അതാണ് ടു ടേക്ക് ആൻ അഡ്വാൻറ്റേജ് ഓഫ് സംതിങ്, ടു ടേക്ക് ദ ബെസ്റ്റ് യൂസ് ഓഫ് ദ ഓപ്പർച്യൂണിറ്റി അവൈലബിൾ. കിട്ടിയിരിക്കുന്ന അവസരത്തിനെ നമ്മൾ നന്നായി വിനിയോഗിക്കുന്നു. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഷീ ഡിസൈഡഡ് ടു അവെയിൽ ഓഫ് ദ ഡിസ്കൗണ്ട് ആൻഡ് ബോട്ട് ദ ഷൂസ്. ഇപ്പോൾ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു, ഡിസ്കൗണ്ടിൽ നല്ലൊരു ഡിസ്കൗണ്ട് ആണ് ഉണ്ടായിരുന്നത്. ആ ഒരു ഓപ്പർച്യൂണിറ്റി, ഡിസ്കൗണ്ട് എന്നുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ അവൾ യൂസ്ഫുൾ ആക്കി, എന്നിട്ട് ഷൂസ് വാങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേറൊരു സെൻറ്റൻസ് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ചോദിക്കുകയാണ്, ആരോടെങ്കിലും ചോദിക്കുകയാണ്, നമുക്കിപ്പോൾ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ഒരു ക്യാബ് സർവീസ് ഉണ്ടെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അതിന് കമ്പനിക്ക് ബസ് സർവീസ് ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, ക്യാൻ ഐ അവെയിൽ യുവർ ബസ് ഫെസിലിറ്റി? അത് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് കിട്ടുമോ എന്നാണ് നമ്മളവിടെ ചോദിക്കുന്നത്. നമുക്കത് പ്രയോജനപ്പെടുത്തിക്കോട്ടെ എന്നാണ് അവിടെ ചോദിക്കുന്നത്. സോ അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത അടുത്ത 2 ഫ്രേസൽ വെർബ്സ് ഏതൊക്കെയാണ്? ബാങ്ക് ഓണും നെക്സ്റ്റ് ഫ്രേസൽ വെർബ് ഈസ് ബോയിൽ ഡൗൺ ടു. ബോയിൽ ഡൗൺ ടു എന്ന് പറഞ്ഞാൽ ടു ബി സമ്മറൈസ്ഡ് ഓർ to reduce to the most important point or essence of something. എക്സാമ്പിൾ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു വലിയ കാര്യം കുറേ നേരമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു, ആൻഡ് ഫൈനലി അത് ഒരു പോയിന്റിൽ വന്ന് നിൽക്കുന്നു. ഒത്തിരി നേരം ഡിസ്കസ് ചെയ്തു, അവസാനം അതിനെ സമ്മറൈസ് ചെയ്ത് പറയുവാണെങ്കിൽ അതിൻ്റെ ആകത്തുക വരുന്നത് ഹാർഡ് വർക്കും ഡെഡിക്കേഷനും വേണം എന്നാണ്. ഓക്കെ, അതിന് ഒരു സെൻറ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്, അത് കാണുമ്പോൾ മനസ്സിലാവും. ദ മീറ്റിംഗ് വാസ് ലോങ് ബട്ട് ഇറ്റ് ഓൾ ബോയിൽ ഡൗൺ ടു വൺ തിങ്, ദേ നീഡ് മോർ ടൈം ടു ഫിനിഷ് ദ പ്രോജക്റ്റ്. ഈ വൺ തിങ്ങിന് ശേഷം ഇവിടെ ഒരു കോളൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മീറ്റിംഗ് വാസ് ലോങ്, വളരെ നീണ്ട ഒരു മീറ്റിംഗ് ആയിരുന്നു, പക്ഷേ അതെല്ലാം തന്നെ സമ്മറൈസ് ചെയ്ത് ഒറ്റ തിങ്ങാക്കാം. ഒരു പോയിന്റിൽ നമുക്കത് പറയാം, എല്ലാം കൂടെ സമ്മറൈസ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ മൊത്തത്തിലുള്ള എസെൻസ്, അതിനകത്തെ കോണ്ടൻറ്റ് എന്തായിരുന്നു അവിടെ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുമ്പോൾ, ദേ നീഡ് മോർ ടൈം ടു ഫിനിഷ് ദ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്യാൻ കൂടുതൽ ടൈം ആവശ്യമുണ്ട്. ഇത് മാത്രമാണ് അത് മൊത്തം സമ്മറൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ്. സോ ബോയിൽ ഡൗൺ ടു എന്ന് പറഞ്ഞാൽ ടു ബി സമ്മറൈസ്ഡ് or reduced to the most important point or thing. Our next phrasal verb is even out. Even out എന്ന് പറഞ്ഞാൽ to make something balanced or to make something equal. ഏതെങ്കിലും കാര്യങ്ങളെ ഈക്വൽ ആക്കുക അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. The teacher tried to even out the groups so each had the same number of students. കുറേ ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഗ്രൂപ്പ്സ് ആയിട്ട് മേ ബി ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക് വേണ്ടി ക്ലാസ്സിനെ ഡിവൈഡ് ചെയ്യുമായിരിക്കാം. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും ഈക്വൽ സ്ട്രെങ്ത് വരാൻ വേണ്ടി, ഈക്വൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വരാൻ വേണ്ടിയിട്ട് ടീച്ചർ അതിനെ ഈവൻ ഔട്ട് ചെയ്തു, അല്ലെങ്കിൽ ടീച്ചർ അതിനെ ബാലൻസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The teacher tried to even out the groups so each had the same number of students. എല്ലാ ഗ്രൂപ്പിലും ഈക്വൽ സെയിം നമ്പർ ഓഫ് സ്റ്റുഡൻസ് വരാൻ വേണ്ടി ടീച്ചർ ആ ഗ്രൂപ്പ്സിനെ ഈവൻ ഔട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷോ ഈവൻ ഔട്ട്. ഷോപ്പ് എറൗണ്ട് എന്തായിരിക്കും? ഷോപ്പ് എറൗണ്ട് നമ്മളെല്ലാവരും ചെയ്യാറുള്ള കാര്യമാണ്. ഷോപ്പ് എറൗണ്ട് നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് 3-4 ഷോപ്സിൽ അതിൻ്റെ പ്രൈസ് അന്വേഷിക്കും. ഇനി ഷോപ്പിൽ പോയി നിൽക്കുമ്പോൾ തന്നെ അവിടെ നിന്നുകൊണ്ട് ഓൺലൈനിൽ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നമ്മൾ നോക്കും. ഓൺലൈനിൽ തന്നെ പല ആപ്പിൽ കയറി നോക്കും, അല്ലേ? അതുപോലെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് അതിലെ പല കമ്പനിയിലുള്ള പ്രൊഡക്ട്സിനെ നമ്മൾ നോക്കും, എല്ലാത്തിൻ്റെയും റിവ്യൂസ് വായിച്ച് നോക്കും. അപ്പോൾ ഓരോ ഷോപ്പിൽ കയറി ഇറങ്ങി അതിൻ്റെ വില അറിയുക. ആദ്യമേ പോയി വില അറിഞ്ഞു വയ്ക്കുക. ഇവിടെ ചോദിച്ചു, ഇനി മറ്റിടത്തൂടെ കയറി ചോദിച്ചിട്ട് നമുക്ക് എത്രയാണെന്ന് അറിയാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഷോപ്പ് എറൗണ്ട് എന്ന് പറയുന്നത്. ടു കമ്പയർ പ്രൈസസ് ഓർ ഓപ്ഷൻസ് ബിഫോർ മേക്കിംഗ് എ പർച്ചേസ്. എന്തെങ്കിലും ഒരു പർച്ചേസ് ചെയ്യുന്നതിന് മുൻപ് ഓപ്ഷൻസിനെ കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് കമ്പയർ ചെയ്യുക. അതിനെയാണ് നമ്മൾ ഷോപ്പ് എറൗണ്ട് എന്ന് പറയുന്നത്. I want to shop around for a new laptop to find the best deal.
ഒരു പുതിയ ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ഷോപ്പ് അറൗണ്ട് ചെയ്യണം എന്ന് വെച്ചാൽ എന്താ, പലയിടത്ത് പോയി അന്വേഷിക്കണം എത്രയാണ് റേറ്റ്, ഏതാണ് ബെസ്റ്റ് ചോയ്സ് എന്നൊക്കെ എനിക്ക് കമ്പയർ ചെയ്ത് മനസ്സിലാക്കണം ബിഫോർ എന്താണ് ബൈയിങ് ഇറ്റ്, ടു ഫൈൻഡ് ദ ബെസ്റ്റ് ഡീൽ, ഏറ്റവും നല്ലത് കണ്ടുപിടിക്കാൻ വേണ്ടി ഐ വാണ്ട് ടു ഷോപ്പ് അറൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഷോപ്പ് അറൗണ്ട് ടു കമ്പയർ പ്രൈസ് ഓർ ഓപ്ഷൻസ് ബിഫോർ മേക്കിംഗ് എ ഡ്രിഫ്റ്റ് പർച്ചേസ്. ഓഫ്, ഓ ഡബിൾ എഫ് ആണ്, ഡ്രിഫ്റ്റ് ഓഫ്. ടു ഫോൾ എസ്ലീപ് ഗ്രാജുവലി, പതിയെ പതിയെ ഉറങ്ങിപ്പോവുക. അൺഇൻറ്റൻഷനലി, നമ്മൾ വേണമെന്ന് വെച്ചിട്ട് ഉറങ്ങിപ്പോകണതല്ല, പെട്ടെന്ന് മയങ്ങിപ്പോകൂലേ, അറിയാതെ മയങ്ങിപ്പോകും, അതിന് നമുക്ക് ഡ്രിഫ്റ്റ് ഓഫ് എന്ന് യൂസ് ചെയ്യാം. ഐ വാസ് സോ ടയർഡ് ദാറ്റ് ഐ ഡ്രിഫ്റ്റഡ് ഓഫ് ഡ്യൂറിങ് ദ മൂവി. ഞാൻ വളരെയധികം എക്സോസ്റ്റഡ് ആയിരുന്നു, ക്ഷീണിതനായിരുന്നു, ടയേർഡായിരുന്നു. അപ്പോൾ മൂവിയുടെ ഇടയ്ക്ക് ഗ്രാജുവലി ഞാൻ ഉറങ്ങിപ്പോയി, അറിയാതെ അല്ലെങ്കിൽ വേണ്ടിയിട്ടല്ല, മയങ്ങിപ്പോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഡ്രിഫ്റ്റ് ഓഫ്. നെക്സ്റ്റ് വൺ ഈസ് ഡ്രോപ്പ് ഇൻ. ഡ്രോപ്പ് ഇൻ എന്ന് പറഞ്ഞാൽ ആരെയെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാതെ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കാഷ്വലായിട്ട് വിസിറ്റ് ചെയ്യുക. നമ്മൾ പറയും പ്ലീസ് ഡ്രോപ്പ് ഇൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, വന്നിട്ട് പോകൂ എന്ന് പറയണതാണ് ഡ്രോപ്പ് ഇൻ. അങ്ങനെ നമ്മളിപ്പോൾ കേൾക്കാറുണ്ട്, ഒത്തിരി പേര് യൂസ് ചെയ്യുന്നുണ്ട്, പ്ലീസ് ഡ്രോപ്പ് ഇൻ സം ടൈം എന്ന് പറയും. അപ്പം എന്താണ് അതിനർത്ഥം, ആരെയെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കാഷ്വലായിട്ട് പോയി വിസിറ്റ് ചെയ്യുന്നതിന് ഡ്രോപ്പ് ഇൻ എന്ന് പറയും. ഐ ഡിസൈഡഡ് ടു ഡ്രോപ്പ് ഇൻ ഓൺ മൈ ഫ്രണ്ട് വൈൽ ഐ വാസ് ഇൻ ടൗൺ. നടന്ന കാര്യമാണ്. ടൗണിലായിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യാൻ, വെറുതെ പറയാതെ പ്രതീക്ഷിക്കാതെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. ഓക്കെ, സോ ഡ്രിഫ്റ്റ് ഓഫും ഡ്രോപ്പ് ഇൻ. ഡ്രിഫ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ടു ഫോൾ എസ്ലീപ് ഗ്രാജുവലി എന്ന് വെച്ചാൽ അറിയാതെ മയങ്ങിപ്പോവുക. ഡ്രോപ്പ് ഇൻ എന്ന് പറഞ്ഞാൽ ടു വിസിറ്റ് സം വൺ അൺഎക്സ്പെക്റ്റഡ്ലി, ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ കാഷ്വലായിട്ട് പോയി ആരെങ്കിലും വിസിറ്റ് ചെയ്യും. നെക്സ്റ്റ് വൺ ഡ്രോപ്പ് ഇൻ എന്ന് പറയും. ഡൗൺ ഓൺ. കട്ട് ഡൗൺ ഓൺ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ദ എമൗണ്ട് ഓർ ഫ്രീക്വൻസി ഓഫ് സംതിങ്. എന്തിൻ്റെയെങ്കിലും എമൗണ്ട് കുറയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അത് ചെയ്യുന്നതിൻ്റെ ഫ്രീക്വൻസി, എത്ര തവണ ചെയ്യുന്നു അത് കുറയ്ക്കുക. അതിനെയാണ് നമ്മൾ കട്ട് ഡൗൺ ഓൺ എന്ന് പറയുന്നത്. സീ ദ സെൻറ്റൻസ്, ഐ ഹാവ് ഡിസൈഡഡ് ടു കട്ട് ഡൗൺ ഓൺ മൈ ഷുഗർ ഇൻടേക്ക് ടു സ്റ്റേ ഹെൽത്തി. ഞാൻ തീരുമാനിച്ചു. ഐ ഹാവ് ഡിസൈഡഡ്. ഹാവ് ഡിസൈഡ് എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, അതെപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസൻറ്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പാസ്റ്റ്, ഒക്കെ കൺഫ്യൂഷൻ വരുന്ന ചില ഏരിയാസാണ്. അപ്പം അതിൻ്റെയൊക്കെ ഡിഫറൻസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. എല്ലാ ടെൻസ് ഫോംസും, ഓരോ ടെൻസ് ഫോംസ്, ചില ടെൻസ് ഫോംസ് തമ്മിലുള്ള ഡിഫറൻസ്, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഷുഗർ ഇൻടേക്കിനെ ഫ്രീക്വൻസി ഞാൻ കുറയ്ക്കാൻ തീരുമാനിച്ചു. ടു സ്റ്റേ ഹെൽത്തി, ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഷുഗർ ഇൻടേക്കിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കാൻ ഞാൻ തീരുമാനിച്ചു. ഫ്രീക്വൻസിന്നോ അല്ലെങ്കിൽ ഷുഗർ കോണ്ടൻറ്റ് അത് കുറയ്ക്കാൻ തീരുമാനിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ കട്ട് ഡൗൺ ഓൺ. കട്ട് ഡൗൺ ഓൺ മീൻസ് reduce the amount or frequency. Last set, jot down, hurry up, pin down. ഇത് കേട്ടുപോയിട്ടുള്ളതായിരിക്കും, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ എക്സാമ്പിൾ സെൻറ്റൻസ് എഴുതിയിട്ടില്ല, നമുക്ക് പറഞ്ഞു പോവാം. ഓക്കെ, ആദ്യത്തേത് ജോട്ട് ഡൗൺ. ജോട്ട് ഡൗൺ, കുറിച്ച് വയ്ക്കുക, അതാണ് പെട്ടെന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, പെട്ടെന്ന് കുറിച്ച് വയ്ക്കുക. ടു റൈറ്റ് സംതിങ് ക്വിക്ക്ലി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഐ നീഡ് ടു ജോട്ട് ഡൗൺ ദ നമ്പർ, അതർവൈസ് ഐ വിൽ ഫോർഗെറ്റ് ഇറ്റ്. ഫോൺ നമ്പർ പെട്ടെന്ന് തന്നെ എനിക്ക് കുറിച്ച് വെക്കണം, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. ഐ നീഡ് ടു ജോട്ട് ഇറ്റ് ഡൗൺ. ഐ നീഡ് ടു ജോട്ട് ഡൗൺ. ഓക്കെ, അടുത്തത് ഹറി അപ്പ്. ഹറി അപ്പ് എന്ന് പറഞ്ഞാൽ സ്പീഡ് അപ്പ്, അത്രയേ ഉള്ളൂ. പെട്ടെന്ന് ചെയ്യൂ, വേഗം ചെയ്യൂ. വി നീഡ് ടു ഹറി അപ്പ് ഓർ വി വിൽ മിസ് ദ ബസ്, അതർവൈസ് വി വിൽ മിസ് ദ ബസ്. പെട്ടെന്ന് പോയില്ലെങ്കിൽ നമുക്ക് ബസ് മിസ്സാവും. ഓൾസോ നമ്മൾ ടീച്ചേഴ്സ് കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. ഹറി അപ്പ് ചിൽഡ്രൻ എന്ന് പറയാറുണ്ട്. പെട്ടെന്ന് എഴുതൂ, ഹറി അപ്പ് ചിൽഡ്രൻ, പെട്ടെന്ന് ചെയ്യൂ, പെട്ടെന്നെന്ന് പറയാറുണ്ട്. അടുത്തത് പിൻ ഡൗൺ. പിൻ ഡൗൺ എന്ന് പറഞ്ഞാൽ ടു ഐഡൻറ്റിഫൈ ഓർ ക്ലാരിഫൈ സംതിങ് എക്സാക്ട്ലി. കൃത്യമായിട്ട് പറയുന്നതിനെയാണ് നമ്മൾ പിൻ ഡൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയാണ്, ക്യാൻ യു പിൻ ഡൗൺ ദ ഡേറ്റ് ഫോർ ദ മീറ്റിംഗ്. ഇപ്പം കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ആ ഡേറ്റ് ഈ ഡേറ്റ് ഒക്കെ പറഞ്ഞു, ഒന്ന് ഡേറ്റ് എക്സാക്റ്റ് ആയിട്ട് പറയുമോ? ക്യാൻ യു പിൻ ഡൗൺ ദ ഡേറ്റ് ഫോർ ദ മീറ്റിംഗ്. മീറ്റിങ്ങിൻ്റെ ഡേറ്റ് ഒന്ന് എക്സാക്റ്റ് ആക്കുമോ, ഒന്ന് ക്ലാരിഫൈ ചെയ്യാമോ എന്നാണ് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന സെറ്റ് ഓഫ് ഫ്രേസൽ വെർബ്സ്.
എന്താണ് ഫ്രേസൽ വെർബ്, എവിടെയാണ് ഫ്രേസൽ വെർബ് യൂസ് ചെയ്യണേ എന്നൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞു. എന്തൊക്കെ ഇൻഫോർമൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ഇപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ വി കം അക്രോസ് സോ മെനി ഫ്രേസൽ വെർബ്സ്. കാരണം അത് വളരെ ഇൻഫോർമൽ ലാംഗ്വേജാണ് നമ്മൾ എഴുതുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ ഫ്രേസൽ വെർബ്സ് കാണാറുണ്ട്. അപ്പോൾ ഇൻഫോർമൽ ആയിട്ടുള്ള ഏതൊരു കമ്മ്യൂണിക്കേഷനിലും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ആളാണ് ഫ്രേസൽ വെർബ്സ്. അപ്പോൾ ഇന്ന് സെലക്ട് ചെയ്ത ഈ സെറ്റ് ഓഫ് ഫ്രേസൽ വെർബ്സ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. See you soon with another helpful video. Till then, bye.